ഗൈസ് എനിക്ക് മലയാളം പറയുന്ന ഒരു വെള്ളക്കാരിയെ പരിചയപ്പെട്ടിട്ടുണ്ട്. യുവർ നെയിം? ദീപിക. കണ്ടോ ഗൈസ്, ഇത്ര ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ 4:30 ആയപ്പോൾ, കറക്റ്റ് 4:30 ആയപ്പോൾ നേരം എടുത്തു കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എക്സോട്ടിക് വീസിൻ്റെ മേഘാലയ സോളോ ട്രിപ്പിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഷോങ് പിഡോങ്, അതായത് ഡോക്കി എന്ന് പറയുന്ന സ്ഥലത്തെ ഷോങ് പിഡോങ് എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ റിവർ സൈഡിൽ ഇന്നലെ വൈകുന്നേരം വന്ന് ടെൻ്റ് അടിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ കിടന്നുറങ്ങിയത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരും. ഇതാ ഇവിടെ കേട്ടോ, അതാ ഇവിടെ. ഇന്നലെ 2 സ്ഥലത്തായിട്ടാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ ഞാൻ ഇവിടെ കുറേ ടെൻറ്റുകളൊക്കെ അടിക്കാനുള്ള സ്റ്റേ ഉണ്ട്. അപ്പോൾ അവിടെ ആയിട്ട് ഞാൻ ഇന്നലെ ടെൻ്റ് അടിച്ചു. എന്നിട്ട് രാത്രി ഒരു 1:45 ആയപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. രാത്രി ചെറുതായിട്ട് ഇങ്ങനെ മഴ പൊടിയുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ എല്ലാം പാക്ക് ചെയ്ത് ബാഗിനകത്താക്കി വെച്ച് റെഡിയായിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി. അപ്പോൾ എന്നിട്ട് രാത്രി ഉറങ്ങി 1:45 ആയപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. അത്യാവശ്യം നല്ലൊരു മഴയായിരുന്നു. പിന്നെ ടെൻ്റൊക്കെ അപ്പം തന്നെ എടുത്ത് മാറ്റി ഞാനവിടെ ഒതുങ്ങി. ടെൻ്റൊക്കെ അവിടെ തന്നെ ഇപ്പോഴും അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ടെൻ്റൊക്കെ ഒന്ന് ഉണക്കിയെടുക്കണം. എന്നിട്ട് അതിന് ശേഷം ഇവിടെ ഒരു ഹട്ട് പോലൊരു സ്ഥലമുണ്ട്. ഇവിടെ ആയിട്ട് ഹട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടി വന്ന് ഹട്ടിനകത്ത് കയറി. ഒരു നല്ല ഹെവി മഴയായിരുന്നു. രാവിലെ ഒരു 4 മണി വരെയൊക്കെ എന്തായാലും മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഈ ബെഞ്ചിലൊക്കെയാണ് പിന്നെ കിടന്നത്. പിന്നെ ഇവിടെ ഭാഗ്യത്തിന് ചാർജിങ് പോയിൻ്റ് ഓണായിരുന്നു കേട്ടോ. ഇവിടെ ലൈറ്റും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ലൈറ്റൊക്കെ ബൾബൊക്കെ മാറ്റി വെച്ചിട്ട് ചാർജൊക്കെ ചെയ്ത് ഫുള്ളാക്കിയിട്ടുണ്ട്. ക്യാമറയും എൻ്റെ ഫോണും ഒക്കെ കൊള്ളാം. പക്ഷേ ഉറങ്ങാൻ അത്രത്തോളം പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തു. കാരണം എൻ്റെ ടെൻറ്റ് വാട്ടർ പ്രൂഫ് അല്ല. ഇവിടെ കിടക്കുന്ന ടെൻറ്റൊക്കെ ഇവർ ടെൻറ്റ് സ്റ്റേയുടെ ആൾക്കാരുടെ ടെൻറ്റാണ്. അത് നമുക്ക് വാടകയ്ക്കൊക്കെ എടുക്കാം. ഒരു ടെൻറ്റിന് 1000 രൂപ എങ്ങോട്ടോ ആണ്. കണ്ടില്ല, എൻ്റെ വാട്ടർ പ്രൂഫൊന്നും അല്ലാത്തതുകൊണ്ട് പിന്നെ അടിഭാഗം നനയും. മേൽഭാഗത്ത് പിന്നെയും കുഴപ്പമില്ല, പക്ഷെ അടിഭാഗം നനയും. അതുകൊണ്ട് പിന്നെ ഞാൻ ടെൻറ്റ് അവിടെ ഊരി മാറ്റി വെച്ചിട്ടാണ് ഇതാ ഇപ്പോൾ ബാഗും ഷൂസൊക്കെ എടുത്തിട്ട് അപ്പോൾ തന്നെ ഓടിങ് വന്നു. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ 4:30 ആയപ്പോൾ, കറക്റ്റ് 4:30 ആയപ്പോൾ നേരം എടുത്തു കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ഞാൻ മേഘാലയയിൽ വന്നിട്ട് ഇത്രയും നേരത്തെ നേരം വെളുക്കുന്നത് ഇന്നായിരുന്നു. ഇന്നലെ ഇവിടെ എനിക്ക് ലിഫ്റ്റ് വന്നിട്ട് ചേട്ടൻ പറഞ്ഞ് 4 മണിയാകുമ്പോൾ നേരം വെളുക്കുമെന്ന്. ഇന്ന് അതായത് 4 മണി വരെ നല്ല മഴയും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഇപ്പോൾ 4:30 ആയപ്പോൾ നേരം വെളുത്തു. ഞാൻ അങ്ങോട്ട് പോയി കാണിച്ചു തരാം. എൻ്റെ ടെൻ്റൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. എനിക്കത് ഇനി ഉണക്കിയെടുക്കണം. ഗൈസ്, ഇന്നലെ വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്ന് ടെൻ്റ് അടിച്ചു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ടെൻ്റൊക്കെ അടിച്ചു. കുറ്റിയൊക്കെ കുത്തി നിർത്തി. അതിൻ്റെ മഴ പെയ്തപ്പോൾ ഞാൻ എടുത്ത് മാറ്റിയ സമയത്ത് എൻ്റെ കുറ്റിയൊക്കെ കിടക്കുന്നുണ്ട് 4 സൈഡിലെയും. ഇവിടെ വന്ന് ടെൻ്റൊക്കെ അടിച്ച് നല്ലപോലെ കിടക്കുകയായിരുന്നു. എൻ്റെ ടെൻറ്റ് കണ്ടോ, അതായിരിക്കുന്നുണ്ടോ. ഇതാണ് എൻ്റെ ടെൻറ്റ്. അതിൻ്റെ കമ്പും കുറ്റിയൊക്കെ ഇതായിരിക്കുന്നുണ്ടോ. പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ്. പിന്നെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള വലിയൊരു ടെൻറ്റ് അല്ലെങ്കിൽ നല്ല ഇതുപോലത്തെ ഒരു ടെൻറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ അടിഭാഗം നനയാതെ എങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. മാറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും അടിഭാഗത്ത്. എൻ്റെ ഒരു ടെൻറ്റിൻ്റെ അടിഭാഗം നനയും. ചെറിയൊരു മഴ നനഞ്ഞാൽ പോലും എനിക്കതുകൊണ്ട് ടെൻറ്റിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ടെൻറ്റ് അടിക്കുന്ന സ്ഥലത്ത് ഇതുപോലെ അടുത്ത് എന്തെങ്കിലും സേഫായിട്ട് മാറി നിൽക്കാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രമേ ടെൻ്റ് അടിക്കാറുള്ളൂ. പിന്നെ ഇവിടെ ഒരുപാട് ടെൻ്റ് ഉള്ളത് കൊണ്ടും പിന്നെ ഞാൻ ഇവിടെ ടെൻ്റ് അടിച്ചു എന്നേ ഉള്ളൂ. അല്ല, യാത്രകൾ ഇങ്ങനെയാണ് കേസ്, നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ഞാൻ റിവർ സൈഡിൽ ആദ്യമായിട്ടോ ടെൻ്റ് അടിക്കുന്നുണ്ടല്ലേ. ഷോങ് പിഡോങ് എന്ന് പറയുന്ന വില്ലേജാണ്. അപ്പോൾ അവിടെയുള്ള ഡോക്കി റിവറിൻ്റെ മറ്റൊരു ഭാഗം തന്നെയാണ്. ഈ റിവർ ഒഴുകി പോകുന്നത് ഡോക്കി അല്ലെങ്കിൽ ഉംനംകോട്ട് എന്ന് പറയുന്ന നദിയിലേക്കാണ് കേട്ടോ. നമ്മുടെ ഇന്നലെ വൈകുന്നേരം കണ്ട ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടോ. ഇനി ഇപ്പോൾ മണി 6:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ 4:30 നേരം വെളുത്തു വന്നാലും ഞാനൊരു 6 മണി വരെയൊക്കെ കിടന്ന് ഉറങ്ങി. കാരണം ഉറക്കം പോയില്ലേ. നല്ല തണുപ്പായിരുന്നു കേട്ടോ. നല്ല കാറ്റുള്ളതുകൊണ്ട്, കാറ്റും മഴയുള്ളതുകൊണ്ടുള്ള ഒരു തണുപ്പാണ്. അല്ലാതെ കുഴപ്പമില്ല. ഇവിടെ നല്ല കാറ്റുണ്ട് ഇപ്പോഴും. എൻ്റെ ടെൻ്റ് അവിടെ കിടന്ന് ഉണങ്ങുകയാണ് ഗൈസ്. ചെറിയ വെയിലൊക്കെ ഉണ്ട്. അതിൻ്റെ തുണിയൊക്കെ ഇവിടെയൊക്കെ ആയിട്ട് കല്ലിലിട്ടിട്ടുണ്ട് ഗൈസ്. ഡൗക്കി എന്ന് പറയുന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിലാണ് കേട്ടോ. അവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്നോ പിഡോങ്ങിൽ എത്താം. വില്ലേജിൻ്റെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 50 രൂപയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ആക്ടിവിറ്റീസ്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. സിപ്പ് ലൈനൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ആ തൂക്കുപാലത്തിൻ്റെ അപ്പുറം കാണുന്ന ആ 2 ലൈനൊക്കെ സിപ്പ് ലൈനിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ആരും ഇന്നലെ വന്നതിന് ശേഷം ഞാൻ ചെയ്ത് കണ്ടില്ല. അപ്പോൾ ഡോക്കിയിൽ ഇപ്പോൾ വെള്ളം നല്ലപോലെ കുറവാണ്. അപ്പം കൂടുതൽ ആൾക്കാരും ഇങ്ങോട്ടേക്ക് തന്നെയാണ് വരുന്നത്. ഡോക്കിയിൽ തിരക്കൊണ്ടില്ല എന്നല്ല, പക്ഷേ ഇവിടെ കുറച്ചുകൂടെ രസമുള്ളൊരു ക്ലൈമറ്റാണ്. നമുക്ക് നല്ല സേഫായിട്ടൊന്ന് കുളിക്കാനൊക്കെ പറ്റുന്ന സ്പോട്ടും, പിന്നെ ഇവിടെയും ബോട്ടിങ് ചെയ്യാം, കയാക്കിങ് ചെയ്യാം.
കണ്ടോ ഗൈസ്, ഇവിടെ ഒരുപാട് ബോട്ടുകളും കയാക്കും ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി പെയ്ത മഴയ്ക്ക് കണ്ടില്ലേ കയാക്കൊക്കെ നിറഞ്ഞ് കിടക്കുന്ന അവസ്ഥ കണ്ടില്ലേ. ഇത് അത്യാവശ്യം വലിയ കയാക്കാണ്. സത്യം പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ദോക്കി റിവറിൽ, അതായത് ഉമ്മനംകോട്ട് റിവറിൽ കൂടുതൽ ആൾക്കാർ എത്തുന്നതുകൊണ്ട് തന്നെ അവിടെ ഫുൾ ഇങ്ങനെ കലങ്ങി കിടക്കാനുള്ളതൊക്കെ. ഇവിടെയും കുഴപ്പമില്ല, വെള്ളം കുറവായത് കൊണ്ടാണ് ഈ ഒരു കളറിൽ കിട്ടുന്നത്. വെള്ളം ഇല്ലല്ലോ, മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് വരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം നമുക്ക് ഇവിടെയും കിട്ടും, ഡോക്കിയിലും അത് ഉമ്മനംകോട്ട് റിവറിലും കിട്ടും കേട്ടോ. ഗൈസ് ഇത് കണ്ടില്ലേ നമ്മുടെ ഇരുമ്പ് പാലം, തൂക്കുപാലം, അതിൻ്റെ ടോപ്പിൽ കാണുന്ന ആ ഒരു കേബിളില്ലേ അതാണ് സിപ്പ് ലൈനിൻ്റെ കേബിൾ. അങ്ങനെ 2 എണ്ണം ഉണ്ട് കേട്ടോ. ആ അറ്റത്ത് കാണുന്ന അതും ഇതിൻ്റെ ടോപ്പിൽ. കാരണം ആ സിപ്പ് ലൈനിൽ കൂടി പോകുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ഫുൾ വ്യൂ കിട്ടും. ഈ ഒരു റിവറിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു പാലത്തിൻ്റെയും ഈ ഒരു വില്ലേജിൻ്റെയൊക്കെ ഫുൾ വ്യൂ നമുക്ക് സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. നമുക്ക് ഈ തൂക്കുപാലത്തിൽ കയറുന്ന അവിടെ നിന്ന് മേളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിപ്പ് ലൈനിൻ്റെ ആ ഒരു എൻട്രിയിലേക്ക് എത്താം. ഗൈസ് ഇന്നലെ രാത്രി എനിക്കിവിടെ കൂട്ടിന് 2 മലയാളികളെയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തൃശ്ശൂരിൽ നിന്നുള്ള പേരെന്തായിരുന്നു? ജിഷ്ണു ശ്രീലക്ഷ്മി അല്ലേ? ജിഷ്ണു ശ്രീലക്ഷ്മി. ഇവർ ഇപ്പം ഉറക്കെണീറ്റിരിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് ക്യാമറയ്ക്ക് മുമ്പ് വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വൈകുന്നേരങ്ങളൊക്കെ എനിക്ക് കമ്പനി ഇവരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ മലയാളീസിനൊന്നും ഞാൻ ഇവിടെ കണ്ടില്ല, ഈ ഏരിയയിൽ കണ്ടില്ല. അപ്പോൾ എന്തായാലും ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇവരും കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങും അല്ലേ? ഓക്കെ. സൗണ്ട് മാത്രം കേട്ടാൽ മതി, ആളെ കാണിക്കുന്നില്ല. വീക്കെൻഡൊക്കെ ആഘോഷിക്കാനും പാർട്ടിയൊക്കെ നടത്താനൊക്കെ പറ്റിയ സ്പോട്ടാണിത്. നമുക്ക് തന്നെ ഇവിടെ വന്നിരുന്ന് കുക്ക് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ പാർട്ടി, ബിയറടി, ലിക്കറടി അങ്ങനെ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ എല്ലാം ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ വലിയ ശല്യമൊന്നുമില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഗ്രൂപ്പായിട്ടൊക്കെ വന്നിട്ട് നല്ല അടിപൊളി എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെ കേട്ടോ. നല്ലൊരു റിവർ സൈഡ്. ഇതവിടെ ഹോം സ്റ്റേ നടത്തുന്ന ആൾക്കാർ ഇതാ വേസ്റ്റൊക്കെ രാവിലെ വന്ന് ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കുന്ന കാഴ്ച കേട്ടോ. എല്ലാ വേസ്റ്റ് ഇവർ തന്നെ എടുത്ത് മാറ്റും. അപ്പോൾ ഡോക്കി എന്ന് പറയുന്ന ഈ ഒരു ബംഗ്ലാദേശിൻ്റെ ബോർഡറിൻ്റെ അടുത്തുള്ള പട്ടണത്തിൽ നിന്നും ഈ ഷോങ്പിഡെങ് എന്ന് പറയുന്ന ഈ ഒരു വില്ലേജിൽ നിന്നും ഞാനിതാ ഇറങ്ങുകയാണ് കേട്ടോ. സിപ്പ് ലൈനിങ് അങ്ങോട്ട് തന്നെയാണ്, പാലത്തിലേക്ക് കയറുന്നതിൻ്റെ അവിടെ നിന്നും ടോപ്പിലേക്ക്. ഗൈസ് ഞാൻ റോഡിൻ്റെ അടുത്ത് ചേർന്ന് വന്നപ്പോൾ കണ്ടൊരു സാധനമാണ് കേട്ടോ. പാമ്പ് ചേര എന്തോ ഒരു സാധനം. പാമ്പാണെന്ന് തോന്നുന്നു, ചേരല്ല കണ്ടോ. എന്താ ഹെവി ഐറ്റം. ഗൈസ് എനിക്ക് മലയാളം പറയുന്ന ഒരു വെള്ളക്കാരിയെ പരിചയപ്പെട്ടിട്ടുണ്ട്. യുവർ നെയിം? ദീപിക. ആ മലയാളിയാട്ടോ, പച്ച മലയാളിയാ. സ്ഥലം നാട്? തൃശ്ശൂർ. കണ്ടോ, വെള്ളക്കാരിയൊന്നും അല്ല. കുറച്ച് മലയാളീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അജാസ്, മിഥിലേഷ്, സ്മൃതി. ശ്രീകാര്യംകാരനാണ് കേട്ടോ. നാട് പാലക്കാട്. കണ്ടോ, ഇവരൊരു 10 പേര് 5 വണ്ടി, ബൈക്ക്, അത് 2 വീലർ റെന്റിനെടുത്തിട്ട് വരുന്നതാ. എവിടെ നിന്ന് റെന്റിനെടുത്താ? ഷിലോങ് ആണോ? ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് ഇങ്ങനെ പോണേ? ഫ്ലൈറ്റിനാണോ? ഓക്കെ. എന്തായാലും കണ്ടതിൽ സന്തോഷം കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും മലയാളിയാണെന്ന് തോന്നി. ഇവർ സംസാരിക്കുന്ന ദൂരം നിന്ന് കേട്ടിട്ട് അങ്ങനെ ഞാൻ വിളിച്ചതാ കേട്ടോ. ഓക്കെ, വലിയ സന്തോഷം കേട്ടോ. ഓക്കെ. ഗൈസ് അവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് അടുത്ത ലിഫ്റ്റ് കിട്ടി കാറിൽ. ഇവർ ഡൽഹിയിൽ നിന്ന് വരുന്ന ആൾക്കാരാ. യുവർ നെയിം? ദാമിനി. യുവർ നെയിം? അപ്പ നെയിം? വികാസ്. യുവർ സർ? ഹർഷ്. ഇവർ 3 പേരും ഡൽഹിയിൽ നിന്നുള്ള ആൾക്കാരാട്ടോ. ഇവരെ ഇടയ്ക്ക് ലിഫ്റ്റ് തന്നു. പിന്നെ ഞാൻ ഓഫ്കോഴ്സ് നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവരും മേഘാലയ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. സേ ഹായ്. ഗൈസ് അവിടെ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ അവിടെ വണ്ടി നിർത്തി ഉടനെ ഒരു ട്രക്ക് വന്നു. അപ്പോൾ അവിടുത്തെ വണ്ടി ഓടിച്ചു നിന്ന ഹർഷ് ഭായ് തന്നെ വണ്ടി ട്രക്കിനോട് നിൽക്കാൻ നിർത്തി തന്നു. അതുകൊണ്ടല്ലേ ഈ റൂട്ടിൽ ഒരുപാട് ട്രക്സ് ഒക്കെ പോകുന്നതാണ്. അപ്പോൾ ഞാൻ നേരെ ഇനി ക്രാങ്സൂരി വാട്ടർഫോൾസിലേക്കുള്ള വഴി പൊക്കോണ്ടിരിക്കുക കേട്ടോ. കേട്ടോ, आपका नाम? മിനോ. ഓക്കെ. ഈ ബ്രോയാണ് കേട്ടോ എനിക്ക് ലിഫ്റ്റ് തന്നത്.
ഞാൻ ഓരോ തവണ ലിഫ്റ്റ് അടിക്കുമ്പോൾ ആ ലിഫ്റ്റ് തരുന്ന ആൾക്കാരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കാറുണ്ട്. കാരണം ഒന്നുമല്ല, ഇത് അവർ നമ്മൾ ഇനി ലൈഫിൽ ഒരിക്കലും പരിചയപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മലയാളികളാണെങ്കിൽ ചിലപ്പോൾ പരിചയപ്പെട്ടേക്കാം, പക്ഷേ ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ. ഇനി നമ്മൾ ഈ വീഡിയോസൊക്കെ പിന്നെ എത്ര കാലം കഴിഞ്ഞാലും യൂട്യൂബിലുണ്ടാവും. അപ്പോൾ ഈ പിന്നീട് അത് കാണുമ്പോൾ നമുക്ക് ആ ഒരു കാര്യം ഓർമ്മ വരും. അവർ നമ്മളോട് പെരുമാറിയ രീതി, നമ്മളെ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ പിന്നെ ഓർമ്മ വരും കേട്ടോ. അതുകൊണ്ട് ആരെയും ഞാൻ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്ത് വെക്കുന്നത് കേട്ടോ. മേഘാലയയിൽ വന്നിട്ട് ഡോക്കിയിൽ മാത്രമേ എനിക്ക് നല്ല ചൂടുള്ള ക്ലൈമറ്റ് അനുഭവപ്പെട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും മേഘാലയയിൽ നല്ല തണുപ്പുള്ള ക്ലൈമറ്റാണ്. അതായത് ഒരു വർഷത്തിലെ എല്ലാ സീസണിലും നല്ല കൂളായിട്ടുള്ള ക്ലൈമറ്റും നല്ല കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള പ്രകൃതിയൊക്കെയാണ് മേഘാലയയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. പുള്ളിക്കാരൻ എന്നെ വഴിയിൽ ഡ്രോപ്പ് ചെയ്തു. ക്രാങ്സൂരി വാട്ടർഫോൾസിലേക്കുള്ള സ്ഥലത്ത് ഞാൻ ഡ്രോപ്പ് ചെയ്ത് 27 കിലോമീറ്റർ എനിക്ക് പുള്ളിയുടെ കൂടെ വരാൻ പറ്റി കേട്ടോ. ഇതാ കണ്ടോ, ഇവിടെയാണ് സ്ഥലം. വെൽക്കം ടു ക്രാങ്സൂരി വാട്ടർഫോൾസ്. കറക്റ്റ് 1 കിലോമീറ്റർ കേട്ടോ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ. അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്ഥലം. സത്യം പറഞ്ഞാൽ ബംഗ്ലാദേശ് ബോർഡറിന് അടുത്തോട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ ദോക്കി ആയാലും മൗലിനോങ് ആയാലും അത് ഹൈ റേഞ്ച് ഇറങ്ങി താഴെയാണ് പോകേണ്ടത്. നമുക്ക് അവിടെയൊക്കെ നല്ല ചൂടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പം വീണ്ടും ഹൈ റേഞ്ച് കയറിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ തണുത്ത കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്ലൈമറ്റ്. ഷില്ലോങ്ങൊക്കെ നല്ല പീക്കിൽ നല്ല ടോപ്പിലായിരിക്കുന്നത്. അവിടെ നല്ല തണുപ്പുണ്ട് എപ്പോഴും. ഇതാണ്ടോ ക്രാങ്സൂരി വാട്ടർഫോൾസിലേക്ക് പോകാം കേട്ടോ. നമുക്ക് ഇവിടുത്തെ എൻ്റെ ലഗേജൊക്കെ ഞാൻ എവിടെയെങ്കിലും വെച്ചിട്ട് പോയാലോ എന്ന് ആലോചിക്കുകയാണ് കേട്ടോ. ഗൈസ്, ഇത് ഡോക്കി ജോവൈ ഹൈവേ ആണ് കേട്ടോ. ഹൈവേ എന്ന് പറയുമ്പോൾ മെയിൻ റോഡ്. അവിടെ നിന്നും ഡോക്കി ഞാൻ വന്ന സ്ഥലം. പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് ജോവയിലേക്കാണ് പോകേണ്ടത്. ഇവിടെ ഇടയ്ക്കുള്ള 2 വാട്ടർഫോൾസാണ്. ഒന്ന് ക്രാങ്സൂരി വാട്ടർഫോൾസ്, പിന്നെ ഒന്ന് ഫിഫി വാട്ടർഫോൾസ്. അത് ഇവിടെ നിന്നും കുറച്ച് ദൂരം പോകാനുണ്ട്. കുറേ കൂടെ ഒരു 10-20 കിലോമീറ്ററോളം കണ്ട പോകാനുണ്ട്. കൃത്യമായിട്ടൊന്നും കാണിക്കുന്നില്ല. ഇവിടെ വലിയ സ്ഥലമൊന്നുമല്ല. ഇത് ക്രാങ്സൂരി റോഡൊന്നും മാത്രമേ കാണിക്കുന്നുള്ളത്. ഓക്കെ, എന്തായാലും ലൊക്കേഷൻ ഉണ്ട് മാപ്പിൽ. ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് വന്നാൽ മതി കേട്ടോ. ഇതുപോലത്തെ ഒരു വഴിയാണ് കേട്ടോ, സാധാരണ ഒരു വഴി. നമ്മൾ വന്ന റോഡ് അതാണ് കേട്ടോ ഗൈസ്. ഇങ്ങനെ വന്ന് കറങ്ങിയതാ ഇതുപോലൊരു വഴി കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഞാൻ ലഗേജ് ഇതാ ഈ കെട്ടിടത്തിനുള്ളിൽ വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്നൊരു പുള്ളിക്കാരനെ കണ്ടു. അപ്പോൾ ലിഫ്റ്റ് അടിച്ചതാ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, യാ കണ്ടോ, അവിടെ ആരുമില്ല. ഒരു ഹോള് പോലത്തെ ഒരു സ്ഥലം. അവിടെ ഞാൻ സേഫായിട്ട് വെച്ചിട്ട് ആവശ്യത്തിനുള്ള സാധനം മാത്രം കയ്യിലെടുത്തിട്ടുള്ളൂ.